പ്രിയമുള്ളവരെ, മറ്റൊരു ലോക ജലദിനം കൂടി സമാഗതമായിരിക്കുകയാണ്. 1993 മാർച്ച് 22 മുതലാണ് ലോക ജലദിനം ആചരിച്ചു തുടങ്ങിയത്. 2026 ലോക ജലദിനത്തിൻ്റെ സ്ലോഗൻ വളരെ മനോഹരമാണ്. വേർ വാട്ടർ ഫ്ലോസ് ഈക്വാലിറ്റി ഗ്രോസ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ. അത് നമുക്ക് കുറച്ചും കൂടി ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ സ്ഥിരതയുള്ള ഭാവിക്കായി ജലം എന്ന് ഒരു ഫ്രീ ട്രാൻസ്ലേഷൻ നമുക്ക് നടത്താം. എന്ന് വെച്ചാൽ ഫ്യൂച്ചർ സസ്റ്റൈനബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ വാട്ടർ ഷുഡ് ബി സഫീഷ്യൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. ഭൂമിയിൽ ജലം സമൃദ്ധമാണ്. എന്നാൽ ജലത്തിൻ്റെ 97.5% സമുദ്രജലമാണ്, ഉപ്പുവെള്ളമാണ്. അത് നമുക്ക് ഉപയോഗയോഗ്യമല്ല. ശുദ്ധജലം എന്നത് 2.5% മാത്രമാണുള്ളത്. അതിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്, അതായത് പുഴകളിലും തടാകങ്ങളിലും ഒക്കെയുള്ള ജലം എന്ന് പറയുന്നത് 1% താഴെയാണ്. അപ്പോൾ 1% താഴെ മാത്രമാണ് ലോകത്തിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവ്. ലോകത്തിലെ ജല ഉപയോഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് താഴെ തന്നിരിക്കുന്നത്. കൃഷി 70%, വ്യവസായം 20%, ഗാർഹിക ഉപയോഗങ്ങൾക്ക് 10%. എന്നാൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും ജലത്തിൻ്റെ ക്ഷാമം, ജല ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ജനസംഖ്യാ വർധനവും അശാസ്ത്രീയമായിരിക്കുന്ന നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ജലമലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. നമുക്ക് ഒരു ജല തന്മാത്രയുടെ യാത്ര ഒന്ന് അനുഗമിക്കാം. ഒരു ജല തന്മാത്ര എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ജലകണിക. നിങ്ങൾ വായ കഴുകുന്ന ജലത്തിലെ ഒരു തന്മാത്രയെ അനുഗമിക്കുക. അതിൽ അല്പം തുപ്പൽ, സൂക്ഷ്മമായ ഭക്ഷണ കണങ്ങൾ, ടൂത്ത് പേസ്റ്റിൽ നിന്നുമുള്ള ധാതുക്കൾ തുടങ്ങിയവ കലരുന്നു. ഇങ്ങനെ മലിനീകരിക്കപ്പെട്ട ജല തന്മാത്ര അതിൻ്റെ അദൃശ്യമായ യാത്ര ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും മലിനീകരിക്കപ്പെട്ട ഒരു തന്മാത്ര നമ്മൾ പുറത്തേക്ക് തുപ്പിക്കളയോ ഡ്രെയിനേജിലൂടെ അത് പുറത്തേക്ക് തള്ളപ്പെടുകയോ ചെയ്യുന്നു. എന്നാൽ ഒരു നാൾ അത് ശുദ്ധജലമായി പുതുജന്മം പ്രാപിച്ച് പുറത്തു വരുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ്റെ ചൂടിൽ ജലതന്മാത്ര വാതകമായി മാറി അദൃശ്യമായി ആകാശത്തേക്ക് ഉയരും. അത് മേഘങ്ങളോടൊപ്പം ഭൂഖണ്ഡങ്ങൾ കടന്ന് സഞ്ചരിക്കും. ഒരു ദിവസം അത് മഴയായി ശുദ്ധജലമായി മടങ്ങി വരും. അല്ലെങ്കിൽ അനവധി മറ്റ് ജലതന്മാത്രകളോടൊപ്പം മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങി ഭൂജലത്തിൻ്റെ അഥവാ ഭൂഗർഭ പ്രവാഹത്തിൽ ലയിച്ചു ചേരുന്നു. ഇവിടെയും അതിൻ്റെ അദൃശ്യമായ യാത്ര ആരംഭിക്കുന്നു. ജൈവ ശുദ്ധീകരണത്തിലൂടെ അത് മലിനീകരണത്തെ അതിജീവിച്ച് വീണ്ടും ശുദ്ധജലമായി മടങ്ങി വരുന്നു. ഓരോ ജലതന്മാത്രകളും അത്യന്തം സ്ഥിരമാണ്. ജലതന്മാത്രകൾ അഥവാ ജലത്തിൻ്റെ കണികകൾ അവയ്ക്ക് മരണമില്ല, അമരന്മാരാണ്. കേരളത്തിലെ ജലസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ശരാശരി മഴ ലഭ്യമായിട്ടും അശാസ്ത്രീയമായിരിക്കുന്ന നഗരവൽക്കരണവും കാർഷികേതര ആവശ്യങ്ങൾക്കായി കൃഷിഭൂമി മാറ്റുന്നതും മുഖാന്തരം ജലത്തിൻ്റെ ലഭ്യത അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂജലത്തിൻ്റെ വിതാനവും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മഴവെള്ള സംഭരണത്തിൻ്റെ അഭാവവും വന നശീകരണവും കോൺക്രീറ്റ് ഉപരിതല വർധനവുമാണ് ഭൂജലത്തിൻ്റെ വിതാനം താഴുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഭാവി തലമുറയ്ക്കും ഇവിടെ നാം ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ജലസംരക്ഷണം നടത്തിയേ പറ്റൂ. ഭൂജല സംരക്ഷണം നമ്മുടെ ഭാവി തലമുറയ്ക്കിടെ നിക്ഷേപമാണ്. ശാസ്ത്രീയമായ ഉപയോഗവും സംരക്ഷണവും മാത്രമേ ജലസുരക്ഷ ഉറപ്പാക്കുകയുള്ളൂ. ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നല്ല നാളേക്കായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായ നിയന്ത്രണം, പ്രത്യേകിച്ച് കുഴൽക്കിണറുകളുടെ കാര്യത്തിൽ നിയമപരമായ നിയന്ത്രണം അനിവാര്യമാണ്. ഭൂജല നിയന്ത്രണ ആക്ട് നടപ്പിലാക്കണം. ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, വിശിഷ്യ കിണറാണെങ്കിലും കുഴൽക്കിണറാണെങ്കിലും
അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങണം. ജലസംരക്ഷണ നയം നടപ്പിലാക്കണം. കിണറുകളുടെയും കുഴൽ കിണറുകളുടെയും ഡാറ്റ ബാങ്ക് സൂക്ഷിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകം താൽപ്പര്യമെടുക്കണം. ജലവിധാനം അളന്ന് രേഖപ്പെടുത്തുക. ബോധവൽക്കരണ പരിപാടികൾ, സ്കൂൾ കോളേജ് തല ക്ലബ്ബുകൾ, വീട് തല നിർബന്ധിത മഴവെള്ള സംഭരണം തുടങ്ങിയവയിലൂടെ ജലസുരക്ഷ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിയിൽ കുന്നിടിക്കലും വയൽ നികത്തലും മണലൂറ്റലും താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തലും ജലാശയങ്ങൾ നികത്തലും വയൽ കാർഷികേതര ആവശ്യങ്ങൾക്കായി തരം മാറ്റുന്നതും ജലലഭ്യത നഷ്ടപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കാരണമായി തീരുന്നു. 1 ഹെക്ടർ വയൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ 5 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കപ്പെടുന്നു. അതുപോലെ 1 ഹെക്ടർ വനത്തിൽ നിന്നും 50,000 ലിറ്റർ ജലമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ചില മുന്നറിയിപ്പുകൾ നമ്മൾ തിരിച്ചറിയണം. 2023 ജൂലൈ 6 ജൂലൈ 23 ലോക ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങളായിരുന്നു. 2023 ജൂലൈ മാസം ലോക ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസവുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും ആഗോള താപനയുഗം അവസാനിച്ചുവെന്നും ആഗോള തിളപ്പ് യുഗം തുടങ്ങി എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുക. ശരാശരി ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ, അതായത് ശരാശരി താപനില 16.95 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും അന്തരീക്ഷത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ജലം ആവശ്യത്തിന് ലഭ്യമാണെങ്കിലും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധജലം കുറവാണ്. അനുദിനം അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജലസംരക്ഷണം മനുഷ്യ സമൂഹത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്തമാണെന്ന് നാം തിരിച്ചറിയണം. ശ്രീബുദ്ധൻ്റെ വാക്കുകൾ നമ്മൾക്ക് ഒന്ന് സ്മരിക്കാം. സ്നേഹമില്ലാതെ ആയിരങ്ങൾ ജീവിച്ചു മണ്ണടിഞ്ഞു, എന്നാൽ ജലമില്ലാതെ നാളിതുവരെ ഇവിടെ ആരും ജീവിച്ചിട്ടില്ല, ജീവിക്കുകയുമില്ല. ചിന്താശേഷിയും പ്രതിബദ്ധതയുമുള്ള പൗരന്മാർക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. വാസ്തവത്തിൽ ലോകത്തെ മാറ്റിയത് എല്ലായ്പ്പോഴും അങ്ങനെയുള്ള പൗരന്മാരാണ്. ഒരു കാര്യം തിരിച്ചറിയുക, 2026 ലോക ജലദിനം ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ശക്തമായിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട ശക്തമായിരിക്കുന്ന ചിന്ത എന്നത് ഓരോ തുള്ളി ജലവും അമൂല്യമാണ്. ഓരോ കണികയും അമൂല്യമാണ്. ഒരു തുള്ളി ജലത്തിൽ 1.54 ഇൻറ്റു 10⁻21 തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. അതായത് ഒരു ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം ഏതാണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിൻ്റെ അത്രയും സമമാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഓരോ തുള്ളി ജലവും അമൂല്യമാണ്. ഒരു തുള്ളി ജലവും പാഴാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. താങ്ക് യു.